ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ മെട്രോ കയറി പോകുന്നത് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്കാണ്. അങ്ങനെ അതിനായിട്ട് നമ്മൾ പോകേണ്ടത് എമിറേറ്റ്സ് ടവർ മെട്രോയിലാണ് കേട്ടോ. അങ്ങനെ എമിറേറ്റ്സ് ടവർ മെട്രോയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് നടക്കുമ്പോൾ ഫ്യൂച്ചർ മ്യൂസിയത്തിലുള്ള വഴി കാണാം. മെട്രോൻ്റെ ഉള്ളിൽ കൂടെ തന്നെയുള്ള വഴിയാണ്. അപ്പോൾ മെട്രോൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ 150 ദിർഹംസാണ് ടിക്കറ്റ് വരിക. ഇതാണ് എമിറേറ്റ്സ് ടവർ ഹോട്ടൽ. ഈ ഹോട്ടലിൻ്റെ പേരിലാണ് ഈ മെട്രോ അറിയപ്പെടുന്നത്. ഇത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡാണ്. 7 നിലകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം ഒരു ടോറസിൻ്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് UAE ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കെട്ടിടമാണിത്. 7 നിലകളുള്ള ഈ മ്യൂസിയം ഇതിൽ ശാസ്ത്രം, സാങ്കേതികവിദ്യ, നവീകരണം എന്നിവയുടെ ഭാവി പര്യവേഷണം ചെയ്യുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. 2015 നിർമ്മാണം ആരംഭിച്ചിട്ട് 2022 ഔദ്യോഗികമായിട്ട് ഫ്യൂച്ചർ മ്യൂസിയം തുറന്നു കൊടുത്തത്. നമ്മൾ 149 ദിർഹംസ് എടുത്ത് ടിക്കറ്റ് കൊടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ സെൻട്രലായിട്ട് നമുക്ക് പോയി നിൽക്കാനായിട്ട് സാധിക്കും. ഈ കൈ കാണിക്കുന്ന സെൻട്രൽ ഭാഗത്ത് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പോകാൻ കുറച്ച് ലേറ്റായിരുന്നു, അപ്പം വൈകി പോയതിനാൽ അതിനുള്ളിലേക്ക് കയറാനായിട്ട് കഴിഞ്ഞില്ല. ഏകദേശം എന്താ പറയണ്ടേ, ഈവനിങ് കുറച്ച് ലേറ്റായി ഞാൻ എത്താനായിട്ട്. അങ്ങനെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ബേക്കിൽ എമിറേറ്റ്സ് ടവറിൻ്റെ അതിലൂടെ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കുന്ന വ്യൂ ആണ് കേട്ടോ. ഇത് ആ ഹോട്ടലിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. അതുപോലെ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ ദുബായ് വളരെ അപ്ഡേറ്റ് ആണ്. നമ്മൾ കണ്ണ് അടച്ച് തുറക്കുന്ന ടൈമിലാണ് ഇവിടെ ഓരോ ബിൽഡിങ്ങുകളും പൊങ്ങി വരുന്നത്. ഇത് അങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടിപ്രാന്തന്മാരുടെ സ്വപ്നമായ ഒരു ലംബോർഗിനി കണ്ടു. നമ്മുടെ ബുർജ് ഖലീഫ അവിടെ തല ഉയർത്തി നിൽക്കുന്നൊരു കാഴ്ചയാണ്. ബുർജ് ഖലീഫയോട് തോളോട് തോൾ ചേർന്ന് ഒരുപാട് ബിൽഡിങ്ങുകൾ പൊങ്ങി വരുന്നുണ്ട്. പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. സൈഡിൽ നോക്കിയാൽ ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളുടെ പണി നടക്കുന്നുണ്ട്. അതുപോലെ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ രാത്രിയിലൊരു വ്യൂ ആണിത്. അതുപോലെ സൈഡിലെ ഓപ്പോസിറ്റ് ഫ്യൂച്ചർ മ്യൂസിയത്തിന് ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങുകളാണിത്. ഏകദേശം സമയം ഒരു 7:15 ആയിട്ടുണ്ട്. അപ്പം ദുബായ് ബുർജ് ഖലീഫയിൽ ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. അതാണ് ബ്ലൂ കളറിൽ കാണുന്നത്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇങ്ങനെ വരിക. അപ്പം ഞാൻ ബേക്കിലായിട്ട് അങ്ങനെയാണ് കിട്ടിയത്. അപ്പം നമുക്ക് പിന്നീട് ഒരു ദിവസം ഫ്രണ്ടിൽ പോയിട്ട് നല്ലൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അങ്ങനെ അതിലെ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് നേരം ഇതിലെല്ലാം നടന്നു കേട്ടോ. ഞാൻ പോയ ടൈമിൽ മ്യൂസിയം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് പോയ ടൈമിൽ ഞാൻ എടുത്തൊരു വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ ബിൽഡിങ്ങുകളുടെ വ്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ലൈറ്റുകളുടെ പർദീസ എന്ന പേരിലും ദുബായ് അറിയപ്പെടുന്നുണ്ട്. കാരണം ദുബായ് ഏറ്റവും കൂടുതൽ നമുക്കൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആവുന്നത് നൈറ്റ് വ്യൂ ആണ് കേട്ടോ. ദുബായ് രാത്രിയിലാണ് കാണാൻ ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക. അങ്ങനെ അതിനുശേഷം ജസ്റ്റ് ഷെയ്ഖ് സാദ് റോഡിൻ്റെ സൈഡിൽ കൂടെ ഞാൻ നടന്നിട്ട് നേരെ തിരിച്ച് മെട്രോ കയറി. അങ്ങനെ മെട്രോയിലെത്തി. ജസ്റ്റ് അവിടെ നിന്നൊരു കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം എനിക്ക് പോകേണ്ട മെട്രോ വന്നു കേട്ടോ.
അങ്ങനെ ഞാൻ മെട്രോ കയറിയിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോയി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ ഇതിനു മുമ്പ് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞതാണ്. ഫ്യൂച്ചർ മ്യൂസിയത്തിനുള്ളിൽ കയറിയാൽ, അതായത് ഫ്രീ പാസിൽ കയറുമ്പോൾ ഈ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു സംഭവം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോയിട്ട് ബാക്കി ഫുള്ള് AI ടെക്നോളജീസ് കാണാനായിട്ട് പറ്റും. അതുപോലെ ഇത് ബുർജ് ഖലീഫേൻ്റെ നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.